ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വൈകുന്നേരത്തേക്ക് ഒരു സ്നാക്ക് ഉണ്ടാക്കിയതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊട്ടറ്റോയും ബീറ്റ്റൂട്ടും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഏത് ഓയിൽ വേണേലും നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കനോല ഓയിലാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ മതിയാവും. ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട്, പൊട്ടറ്റോ, സവാള, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെയൊന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിനകത്തിലെ വെള്ളമയം ഒന്ന് പോയതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് മൂത്തും കിട്ടും. ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് ഒരുവിധം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. ഇപ്പോൾ ഇതാ ഒരുവിധം ഒന്ന് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ ഒരുവിധം മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തു. പൊടികളെല്ലാം ഒന്ന് മൂത്ത് കിട്ടണം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഫില്ലിങ് റെഡിയായി കഴിഞ്ഞു. ഞാനൊരു ബൗളിലേക്ക് 1/4 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഇതിനകത്തിലേക്ക് ഏകദേശം 1 കപ്പോളം വെള്ളം ഇപ്പം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതുപോരാ, കുറച്ചുകൂടെ വെള്ളം വേണ്ടി വരും. നല്ല ലൂസായിട്ട് വേണം നമുക്ക് ഈ മാവ് എടുക്കാനായിട്ട്. ഇതൊന്ന് നന്നായിട്ട് കലക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഞാനിത് അടിച്ചെടുത്തു. അതിനകത്തിലെ കട്ടയൊന്നും കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇപ്പോഴിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. മിക്സി കഴുകിയും കൂടെ ഇച്ചിരി വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നല്ല ലൂസായിട്ടുള്ളൊരു ടെക്സ്ചറാണ് നമുക്കിതിന് ആവശ്യം. ഒരു തവി മാവ് ദോശക്കല്ലിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒന്ന് കറക്കി അത് പരത്തിയെടുത്തു. തവി കൊണ്ട് വേണമെങ്കിലും നമുക്ക് പരത്താം. നല്ല കട്ടി കുറഞ്ഞ മാവായതുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ പരത്തിയെടുക്കാം. അല്പം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സൈഡ് ഇങ്ങനെ ഇളകി വരും. അന്നേരം നമുക്കിത് ഇളക്കിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ നടുവിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് 4 വശവും നമ്മൾ മടക്കിയെടുക്കുകയാണ്. ഇതുപോലെ കൈകൊണ്ട് തന്നെ നമുക്ക് മടക്കിയെടുക്കാം. ഇതുപോലെ ഒരു ബോക്സ് പോലെ മടക്കിയെടുക്കാം. ഇതിൻ്റെ ഇത് കണ്ടില്ലേ, ഇതുപോലെ സൈഡ് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമുക്കിങ്ങനെ എടുക്കാം. ഫില്ലിങ് വെക്കുക, 4 വശവും മടക്കിയെടുക്കുക. അത്രയേ ഉള്ളൂ. ഇത് ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കുഴയ്ക്കണ്ട, പരത്തണ്ട. ഈസി ആയിട്ട് നമുക്ക് നല്ലൊരു പലഹാരം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് മടക്കിയതിന് ശേഷം മറ്റേ സൈഡും അതുപോലെ തന്നെ മടക്കിയെടുക്കുക. എന്നിട്ടത് മുകളിൽ നിന്നും താഴെ നിന്നും അതുപോലെ തന്നെ മടക്കിയെടുക്കുക. നല്ല ബോക്സ് പോലെ ആക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ദോശക്കല്ലിൽ വെച്ച് ഇതുപോലെ മടക്കിയെടുക്കാം. 4 വശവും മടക്കിയെടുത്താൽ മാത്രം മതി. എന്നിട്ട് ദോശക്കല്ലിലേക്ക് നെയ്യോ ബട്ടറോ എന്തെങ്കിലും അല്ലെങ്കിൽ ഓയിലായാലും മതി പുരട്ടി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ബോക്സസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഓരോന്നും തിരിച്ചും ഇട്ട് കൊടുത്ത് 2 വശവും മൂപ്പിച്ചെടുക്കുക. നല്ല ടേസ്റ്റോടെ കുട്ടികൾ കഴിച്ചു. ഓക്കെ, താങ്ക് യു സോ മച്ച്.